ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിൻ്റെ എം.കോം സെക്കൻഡ് സെമസ്റ്ററിലെ എം.കോം ഫസ്റ്റ് സെമസ്റ്ററിലെ മാനേജറൽ എക്കണോമിക്സിൻ്റെ സെക്കൻഡ് യൂണിറ്റിൻ്റെ പാർട്ട് 2 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്നത് ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ എന്താണെന്നാണ്. ഇക്വി മാർജിനൽ പ്രിൻസിപ്പിളിൻ്റെ ഒരു ഇക്വേഷനൊക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം എന്താണ് ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാൽ എന്താണ്? അപ്പോൾ ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് കൺസ്യൂമേഴ്സ് വിൽ ചൂസ് എ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ടു മാക്സിമൈസ് ദെയർ യൂട്ടിലിറ്റി. ഓക്കെ, മനസ്സിലായില്ലേ? കൺസ്യൂമേഴ്സ് അവരുടെ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാനായിട്ട് ഒരു കോമ്പിനേഷൻ ചൂസ് ചെയ്യുന്നു. ദിസ് വിൽ ഒക്യൂർ, ഇത് എപ്പോഴാണ് ഒക്യൂർ ചെയ്യുന്നത്? വെൻ ദ കൺസ്യൂമേഴ്സ് വിൽ കൺസിഡർ ബോത്ത്. അതായത് ഇത് എങ്ങനെയാണ് ഈ കോമ്പിനേഷൻ അവർ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സ് കൺസിഡർ ചെയ്യുന്നത് എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് പ്രൈസ്, പ്രൈസിനെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് പ്രൈസ് വെച്ചിട്ട് ഓക്കെ കമ്പയർ ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് പ്രൈസ് ഇൻ ദി എഫക്റ്റ് ഓഫ് കൺസ്യൂമർ ഈസ് ഇവാലുവേറ്റിംഗ് ദ മാർജിനൽ യൂട്ടിലിറ്റി പ്രൈസ് വെച്ചിട്ട്. ഓക്കെ, അങ്ങനെയാണ്, അല്ലെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി പ്രൈസ് വെച്ചിട്ട് അവർ കമ്പയർ ചെയ്തിട്ടാണ് ആ കോമ്പിനേഷൻ അവർ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇക്വി മാർജിനൽ പ്രിൻസിപ്പിളിൻ്റെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്തായിരുന്നു അതിൽ പറയുന്നുണ്ട്, നോക്കും, MU1/MC1 മാർജിനൽ യൂട്ടിലിറ്റി ബൈ മാർജിനൽ യൂട്ടിലിറ്റി കോസ്റ്റ് ഈക്വൽ ടു MU2/MC2 ഈക്വൽ ടു ഇങ്ങനെ കുറച്ച് ഇത് ഡോട്ട് ഇട്ട് എത്ര വരെ ഉണ്ടോ അത്ര വരെ, അതായത് അതാണ് MUN/MCN. MU പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി, MC പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ പറയുന്നത് MRP1/MC1 ഓക്കെ ഈക്വൽ ടു MRP2/MC2 ഈക്വൽ ടു MRPN/MPN. അങ്ങനെയാണ് അത് പറയുന്നത്. അപ്പോൾ അതായത് ഇതിലെന്താ പറയുന്നത് അറിയോ? മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് ഓഫ് ഇൻപുട്ട് 1 MC1. ഓക്കെ, അതാണ് MC1, അതായത് മാർജിനൽ കോസ്റ്റ് ഓഫ് ഇൻപുട്ട് 1. MC1 എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് ഓഫ് ഇൻപുട്ട് 1ഉം MU1 എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എന്തായിരുന്നു പ്രോഡക്റ്റ് 1ഉം. ഓക്കെ, അതുപോലെ തന്നെ MC2 MU2 ഒക്കെ വരിക. ഓക്കെ, ഇനി ഇതിലൊരു ടേബിൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എന്താണ്? ഇപ്പോൾ മൾട്ടി മാർക്കറ്റ് സെല്ലർ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് വരിക? മൾട്ടി മാർക്കറ്റ് സെല്ലർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ MR1 ഈക്വൽ ടു MR2 ഈക്വൽ ടു MR3 ഈക്വൽ ടു ഒരു ഡോട്ട് ഇട്ട് MRN വരെ, എത്ര വരെ ഉണ്ടോ അത് വരെ. ഓക്കെ, ഒരു മൾട്ടി പ്ലാന്റ് മോണോപോളിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ MC1 ഈക്വൽ MC2 ഈക്വൽ MC3 ഓക്കെ ഈക്വൽ MCN വരെ. ദെൻ മൾട്ടി ഫാക്ടർ എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ എങ്ങനെ വരും? MP1 ഈക്വൽ MP2 ഈക്വൽ MP3 ഈക്വൽ അങ്ങനെ MPN വരെ. മൾട്ടി പ്രോഡക്റ്റ് ഫേം ആണെന്നുണ്ടെങ്കിലോ അതിൻ്റെ ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ വരുന്നത് MP1 ഈക്വൽ MP2 ഈക്വൽ MP3 ഈക്വൽ MPN വരെ. ആൻഡ് ദെൻ മൾട്ടി കമ്മോഡിറ്റി കൺസ്യൂമർ ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? MU1 ഈക്വൽ MU2 ഈക്വൽ MU3 ഈക്വൽ MUN വരെ. ഓക്കെ, അപ്പോൾ അതിൽ MR എന്ന് പറയുന്നത് മാർജിനൽ റവന്യൂ, MC എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ്, MP എന്ന് പറയുന്നത് മാർജിനൽ പ്രോഡക്റ്റ്, MP എന്ന് പറയുന്നത് മാർജിനൽ പ്രോഫിറ്റ് ആൻഡ് MU എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റീസ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ അതിൽ. അടുത്ത് നമ്മൾ നോക്കുന്നത് ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. എന്താണ് ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ? ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഇസ് എ ഡിസിഷൻ എഫക്റ്റ് ആണ് ഓൺ കോസ്റ്റ് ആൻഡ് റവന്യൂ ഇൻ ലോങ് റൺ. ഓക്കെ, ലോങ് റണ്ണിലുള്ള കോസ്റ്റ് ആൻഡ് റവന്യൂവിൽ വരുന്ന ഒരു ഡിസിഷൻ എഫക്റ്റ് ആണ് ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ആൾ ദോസ് കോസ്റ്റ് ആൻഡ് റവന്യൂസ് മസ്റ്റ് ബി ഡിസ്കൗണ്ടഡ് അറ്റ് ടു പ്രസന്റ് വാല്യൂ ബിഫോർ വാലിഡ് കമ്പാരിസൺ ഓഫ് ആൾട്ടർനേറ്റീവ്സ് ഈസ് പോസിബിൾ. ഓക്കെ, എന്താണ്? അതാണ് ഡിസ്കൗണ്ട് പ്രിൻസിപ്പിൾ. ദിസ് എസെൻഷ്യൽ ബിക്കോസ് എ റുപ്പി വർത്ത് ഓഫ് മണി അറ്റ് എ ഫ്യൂച്ചർ ഈസ് നോട്ട് വർത്ത് അറ്റ് റുപ്പി ടുഡേ. മനസ്സിലായില്ലേ? അപ്പോൾ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ മോർ എസെൻഷ്യൽ ആവുന്നത് എപ്പോഴാണ്? ഇന്നത്തെ മണി വാല്യൂ ഒരു 10 വർഷം കഴിഞ്ഞ് ഇതേ പണത്തിന് ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് 10,000 എന്ന് പറയുന്ന ആ 10,000 കിട്ടുന്ന ഒരു മണി വാല്യൂ ഒരു 10 വർഷം കഴിഞ്ഞാൽ 10,000 ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ ഒരു 100 രൂപയുടെ വാല്യൂ 10 വർഷം കഴിഞ്ഞാൽ 10,000 ഉണ്ടാവുള്ളൂ. അതാണ് ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിളിൽ കേസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി അത് കാണാനുള്ള ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രസന്റ് വാല്യൂ ഈസ് ഈക്വൽ ടു RN/1 പ്ലസ് I⁻n. ഓക്കെ, അപ്പോൾ RN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? എമൗണ്ട് ടു ബി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ. ഓക്കെ, ദെൻ I എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരും, ആൻഡ് N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, ഇനി പറയുന്നുണ്ട് ഇതിൽ ഇഫ് ദ റെസിപ്റ്റ്സ് ആർ മെയ്ഡ് അവൈലബിൾ ഓവർ നമ്പർ ഓഫ് ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഫോർമുല എങ്ങനെയാണ് വരിക അറിയോ? പ്രസന്റ് വാല്യൂ ഈസ് ഈക്വൽ ടു R1/1 പ്ലസ് I പ്ലസ് R2/1 പ്ലസ് I⁻²
പ്ലസ് R3/1 + I⁻³ പ്ലസ് എത്ര വരെയാണോ അതുവരെ Rn/1 + I⁻n. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റത്തെ ഇതിലിപ്പോൾ ഇത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ നോർമൽ ഫോർമുല പ്രകാരം പി വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Rn/1 + I⁻n. അപ്പോൾ നമുക്കൊരു ഇതിൽ തന്നിട്ടുള്ളൊരു എക്സാമ്പിൾ എന്താണ്, സം ഓഫ് ₹100 2 years from now is worth. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു 100 രൂപ 2 വർഷം കഴിഞ്ഞാൽ ഇന്നത്തെ വാല്യൂ വെച്ചിട്ട് അതിൻ്റെ ഡിസ്കൗണ്ടിങ് വാല്യൂ റേറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ Rn/1 + I⁻n ഉള്ളത് Rn എന്നുള്ള അവിടെ എന്ത് ചെയ്യാം 100 കൊടുക്കുക. ഓക്കെ, ബൈ 1 + I എന്നുള്ളത് 1 + I ഇൻട്രസ്റ്റ് എത്രയായിരുന്നു 0.05 5% ഇൻട്രസ്റ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ. സോറി, ക്വസ്റ്റ്യനിൽ 5% ഇൻട്രസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ 1 + 0.05 ഓക്കെ, n ഇവിടെ 2 വർഷമാണ്. അപ്പോൾ 2 കൊടുക്കുക, എന്നിട്ട് അത് എന്താ പറയുക കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ഇക്വേഷൻ പ്രകാരമാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിൽ ഈ ചാപ്റ്ററിൽ പറയാനുണ്ടായിരുന്നു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ ആണ്. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ ഇസ് ദ വാല്യൂ ഓർ ബെനിഫിറ്റ് ദാറ്റ് ആർ ലോസ്റ്റ് ബൈ എ business owners or organizations when they choose an option or an alternative option over another option in course of making business decisions. മനസ്സിലായില്ലേ? ഒരു ബിസിനസ് ഡിസിഷൻ എടുക്കുമ്പോൾ എന്താണ് ഒരു ഓപ്ഷന് പകരം ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ആ ബിസിനസ്സോ ബിസിനസ് ഓർഗനൈസേഷനോ ചൂസ് ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന വാല്യൂ ഓർ ബെനിഫിറ്റ്, അത് ബെനിഫിറ്റ് ആവാം അല്ലെങ്കിൽ ലോസ്റ്റ് ആവാം, ആ ഒരു വാല്യൂവിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇസ് ഈക്വൽ ടു FO - CO. എന്താണ് FO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഓൺ ബെസ്റ്റ് ഫോർഗോൺ ഓപ്ഷൻ. ഓക്കെ, CO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഓൺ ചൂസൺ ഓപ്ഷൻ. ഓക്കെ, അതാണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എങ്ങനെയാണ് കാണുക? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇസ് ഈക്വൽ ടു FO - CO. FO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർഗോൺ ഓപ്ഷൻ്റെ റിട്ടേണും CO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂസ് ചെയ്ത ഓപ്ഷൻ്റെ റിട്ടേണും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളൂ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി നിങ്ങൾ വായിച്ചു നോക്കുക, പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.